യുവത്വത്തിന്റെ പുതുപുത്തൻ സ്വപ്നങ്ങളും ടെക് ലോകത്തെ പുത്തൻ വാർത്തകളുമായി എത്തുന്ന ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിരവധി പരീക്ഷണങ്ങളാണ് സംഗീത ലോകത്ത് ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഓൾറെഡി വൺ എന്നൊരു പുതിയ ബാൻഡിനെയാണ് ലോഗിൻ ഇന്നാദ്യം നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഹായ്, എൻ്റെ പേര് രേവതി. എൻ്റെ ബാൻഡ് പേര് ഓൾറെഡി വൺ എന്നാണ്. ഇങ്ങനൊരു ബാൻഡ് തുടങ്ങാൻ കാരണം നമുക്കൊക്കെ നേരത്തെ അറിയാം. നമ്മളൊക്കെ അനന്തു എന്ന് പറയുമ്പോൾ അനന്തുവിൻ്റെ അച്ഛനും അമ്മയും ആയാലും രണ്ടുപേരും മ്യൂസീഷ്യൻസാണ്. പിന്നെ അനന്തുവിൻ്റെ അമ്മയാണ് എന്നെ പാട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ അനന്തുവിൻ്റെ കൂടെയാണ് ബാക്കിയുള്ള രണ്ടുപേരും പഠിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കോണ്ടാക്റ്റും പിന്നെ അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ എന്താ പറയുക, ചുമ്മാ പ്രാക്ടീസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോഴാണ് നമുക്ക് തോന്നിയത് എന്തുകൊണ്ട് ഇതൊരു ബാൻഡാക്കിക്കൂടാ. സോ അങ്ങനെ നമ്മൾ ഓക്കെ നമുക്ക് എന്തായാലും തുടങ്ങാമെന്നുള്ള രീതിക്കൊന്ന് തുടങ്ങി. എൻ്റെ അച്ഛൻ മ്യൂസിക് ആർട്ടിസ്റ്റാണ്. അപ്പോൾ സൂര്യ ഫെസ്റ്റിവലിൽ ത്രിശക്തി എന്ന് പറഞ്ഞൊരു ബാൻഡിൽ അച്ഛനാണ് മൃദംഗവും ഘടകമൊക്കെ വായിക്കുന്നത്. സോ അവരുടെ ആ ഒരു അവർ വായിക്കുന്നതെല്ലാം അവർ പക്ക പ്ലാൻഡ് ആയിരിക്കും. സോ അവരുടെ എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റില്ലാതെ അവർ പ്ലാൻ ചെയ്ത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. സോ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള കുറേ പേരൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് അതേപോലെ എനിക്ക് നന്നായിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു ബാൻഡാണ്. ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു വിചാരിക്കുന്നു. ഹായ്, എൻ്റെ പേര് ഭരത്. ഞാൻ ഈ ബാൻഡിലെ ഗിറ്റാറിസ്റ്റാണ്. ഞാനൊരു ഫ്രീലാൻസ് ഗിറ്റാറിസ്റ്റാണ്. ഞാൻ കൂടുതലും ഓൺ കോമ്പോസിഷൻസൊക്കെയാണ് ചെയ്യാറുള്ളത്. കുറച്ച് കവേഴ്സും ചെയ്തിട്ടുണ്ട്. ഈ ബാൻഡിൽ എൻ്റെ ആദ്യമായിട്ട് ഞാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തുവിനെയാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അനന്തുവിനെ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 2 years ആയി. ഞങ്ങൾ ശംഖുമുഖത്താണ് ആദ്യമായിട്ടൊരു പ്രോഗ്രാം ചെയ്തത്. അങ്ങനെ 2-3 ഷോസൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബാൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് ഞങ്ങൾ പതുക്കെ വന്നത്. പിന്നെ അഖിലേഷൻ ഈ ബാൻഡിലെ ഡ്രമ്മർ എൻ്റെ കോളേജിൽ തന്നെ എൻ്റെ ജൂനിയറാണ്, സിറ്റി കോളേജിലെ ജൂനിയറാണ്. അപ്പം അഖിലേഷിനെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. പിന്നെ അനന്ത് വഴിയാണ് ചേച്ചിയെ പരിചയപ്പെടുന്നതും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ 3 പേരും കൂടി ഇരുന്ന് ബാൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റി ചിന്തിക്കുകയും ഈ ബാൻഡ് ഫൈനലി ഫോം ചെയ്തു. எதுக்காக கிட்ட வந்தாலோ
அடக்காதல் என்பது மாயவலை, சிக்காமல் போனவையாலும் இல்லை, சிலையாமல் வாழும் வாழ்க்கையே தேவையில்லை. அடக்காதல் என்பது மாயவலை, கண்ணீரும் கூட சொந்தமில்லை, வழியில்லா வாழும் வாழ்க்கையே தேவையில்லை. என்னை மாற்றும் காதலே, என்னை மாற்றும் காதலே, எதையும் மாற்றும் காதலே, காதலே. என்னை மாற்றும் காதலே, உன்னை மாற்றும் காதலே, என்னை மாற்றும் காதலே, காதலே. ഞാൻ ഈ ബാൻഡിലെ ഡ്രമ്മറാണ്. പിന്നെ അനന്തൻ എനിക്ക് സ്കൂൾ തൊട്ടേ പരിചയമുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. പിന്നെ അന്ന് തൊട്ടേ നമ്മൾ ആനുവൽ ഡേയിലൊക്കെ കുറേ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മ്യൂസിക്കിൽ കുറേ താല്പര്യമുള്ള അങ്ങനെ കുറേ പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭരതേട്ടനെ എനിക്കറിയാവുന്നത് എൻ്റെ കോളേജിലെ സീനിയറാണ്. അങ്ങനെ കോളേജിലും കുറേ ആർട്സ് ഡേ അങ്ങനെ കുറേ ഫെസ്റ്റിവലിനൊക്കെ അങ്ങനെ കണ്ട് കുറേ പരിചയമുണ്ട്. അങ്ങനെ പിന്നെ രേവതി ചേച്ചി അറിയാവുന്നത് എനിക്ക് അനന്തന വഴിയാണ്. അപ്പം നമ്മളെല്ലാവരും അങ്ങനെ ഒരു ദിവസം ജാം ചെയ്ത് അങ്ങനെ ഒരു ടീമായിട്ട് ഫോം ചെയ്യാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയാണ് ഈ ബാൻഡ്. കുറച്ച് നല്ല ഷോസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. നമ്മൾ കുറച്ച് വ്യത്യാസമായിട്ടുള്ള രീതിയിൽ നമ്മൾ കുറച്ച് സോങ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് നമ്മൾ മോജോയിലൂടെ നമ്മൾ റിലീസ് ചെയ്യാനുള്ള പ്ലാനാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. பறக்கும் ராசாளியே ராசாளியே நில்லு, இங்கு நீ வேகமா நான் வேகமா சொல்லு, கடிகாரம் போய் சொல்லும் என்றே நான் கண்டே, கிழக்கெல்லாம் மேற்காகிற கண்டேனே, பறவை போலாகினே போலாகினே நின்று, சிறகும் என் கைகளும் ஒன்று, ராசாளி பந்தயமா பந்தயமா, நீ முந்தியா நான் முந்தியா பார்ப்போ பார்ப்போ, முதலில் யார் சொல்வது அன்பு, முதலில் யார் எய்வதன்பு, மௌனம் பேசாமலே செல்ல